ഇതുവരെ ഇടതുപക്ഷത്തിന്റെ ഒരു സീറ്റ് തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ ഇത്തവണയും അത് നിലനിർത്തുമോ? ഒരു സംശയവും വേണ്ടതില്ല. തൃക്കരിപ്പൂരും കേരളവും ഇത്തവണ വീണ്ടും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിലകൊള്ളും. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം വിലയിരുത്തിയിട്ട് ഏകദേശം എത്ര ശതമാനം പോളിംഗ് പൂർത്തിയായി? ഇതുവരെ മിക്കവാറും എല്ലാ ബൂത്തുകളിലും, ഞാനിപ്പോൾ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ, ഈ മണ്ഡലത്തിലെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ബൂത്തുകളിലാണ് സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 20% പോളിംഗാണ് ഇതുവരെ വന്നിട്ടുള്ളത്. 30 വരെയുള്ള വ്യത്യാസമുണ്ട് ചില ബൂത്തുകളിലെ വോട്ടുകളുടെ എണ്ണത്തിനനുസരിച്ച്. 20-നും 30-നും ഇടയിൽ പോളിംഗിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ച സമയമാണ്, കഠിനമായി വെയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചൂടൊക്കെ ഈ ഒരു പോളിംഗിനെ ബാധിക്കുന്നുണ്ടോ? സാധ്യത കുറവാണ്. കാരണം വോട്ടർമാർ അവരുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കണമെന്ന വലിയ പ്രബുദ്ധത ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലാ നിർവഹണത്തിൻ്റെ ഭാഗമായി അത്യാവശ്യം വെയിലൊക്കെ സഹിക്കും എന്നാണ് കാണുന്നത്. എല്ലാ സ്ഥലത്തും ഒരു ആവറേജ് തരത്തിലുള്ള ടേൺ ഔട്ട് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായോ അങ്ങനെ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ എവിടെയില്ല. വളരെ സമാധാനപരമായിട്ടുള്ള പോളിംഗ് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പൂർണ്ണ വിജയപ്രതീക്ഷ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും അത് നല്ല നിലയിൽ ഞങ്ങൾ മികച്ച വിജയം നേടും. അതിൽ വേറെ മാറ്റമൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി VPP മുസ്തഫയാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം ചേർന്നത്. ഇവിടെ വോട്ട് ചെയ്യാനായി ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കഠിനമായ വെയിലിനെയും ചൂടിനെയൊക്കെ മറികടന്നുകൊണ്ട് ഓരോരുത്തരും ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1977 മണ്ഡലം നിലവിൽ വന്ന ശേഷം LDFും UDFും മണ്ഡലത്തിൽ ജില്ലക്കാരായ സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ളവരെയൊക്കെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ജയം LDFിനൊപ്പം മാത്രമായിരുന്നു. UDFിൽ കോൺഗ്രസും ഇടയ്ക്കൊക്കെ കേരള കോൺഗ്രസും മത്സരിച്ചെങ്കിലും വിജയം അവർക്ക് നേടാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഈ ഒരു തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഈ ഒരു മണ്ഡലം നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ മത്സരം CPMലെ P കരുണാകരനും കേരള കോൺഗ്രസിലെ PT ജോസും തമ്മിലായിരുന്നു. 6120 വോട്ടിന് P കരുണാകരൻ ജയിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലക്കാരനായിരുന്നു PT ജോസ്. തുടർന്നുള്ള തിരഞ്ഞെടുപ്പുകളിൽ CPMനായി കണ്ണൂർ ജില്ലക്കാരനായ O ഭരതനും EK നായനാരും കാസർഗോഡ് ജില്ലക്കാർ തന്നെയായ K സതീഷ് ചന്ദ്രനും K കുഞ്ഞിരാമനും തുടങ്ങി M രാജഗോപാലനും വിജയക്കൊടി പാറിച്ചിട്ടുണ്ടായിരുന്നു.